എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ബേസിക്സ് എന്താണ് എന്ന് നമുക്കിത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഐഡിയ, ഒരു കോമൺ ഐഡിയ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ഫങ്ഷൻ? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിങ് ആണ്. അതായത് നമ്മളുടെ ഒരു ഐഡിയ വെച്ച് മറ്റൊരാളുടെ നോളേജിനെയോ ആറ്റിറ്റ്യൂഡിനെയോ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതുവഴി അദ്ദേഹത്തിന് ഒരു സ്കില്ലിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങോ കൊടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ഫങ്ഷൻ. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ABC ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അതെന്താണ്? അട്രാക്ടിവിറ്റി, ബ്രെവിറ്റി, ക്ലാരിറ്റി. അട്രാക്റ്റീവ് ആയിരിക്കണം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, ബ്രെവിറ്റി ഉണ്ടാവണം, അതായത് ബ്രീഫ് ആയിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. അതിനെയാണ് നമ്മൾ ABC ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാലൊരു ചോദ്യം, എന്താണ് അപ്പോൾ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഒരു കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് അതിൻ്റെ ആർട്ട് എന്താണ്? നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം ശരിയാണ്. ലിസണിങ്, കേൾക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആർട്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നതിലുപരി ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആർട്ട് എന്ന് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യം അതിൻ്റെ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനും ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും എന്നുള്ള ക്ലാസിഫിക്കേഷനാണ്. ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് 5 ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്. ഒന്ന് ഇൻട്രാപേഴ്സണൽ, മറ്റൊന്ന് ഇൻ്റർപേഴ്സണൽ, ഇൻട്രാ ഓർഗനൈസേഷൻ, ഇൻ്റർ ഓർഗനൈസേഷൻ ആൻഡ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. എന്താണിതെല്ലാം? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ആത്മകഥം പറയുന്ന ഇതിനെയാണ് നമ്മൾ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു പുസ്തകം വായിക്കുന്നു, അത് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പേപ്പർ വായിക്കുന്നു, പുതിയ കാര്യങ്ങൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻട്രാ ഓർഗനൈസേഷണൽ, ഇൻ്റർ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻട്രാ ഓർഗനൈസേഷൻ, നമ്മളൊരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ആ ജോലി സ്ഥലത്തുള്ള ആളുകൾ, അതായത് ആ ഓർഗനൈസേഷനിലുള്ള ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻട്രാ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻ്റർ ഓർഗനൈസേഷണൽ, നമ്മുടെ സ്ഥാപനവും മറ്റൊരു സ്ഥാപനവും തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻ്റർ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ്. അതറിയാമല്ലോ, പബ്ലിക് സ്പീക്കിംഗ്. നമ്മൾ പബ്ലിക്കുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനായി വരുന്നത് വെർബൽ, നോൺ വെർബൽ, ഫോർമൽ, ഇൻഫോർമൽ. അപ്പോൾ എന്താണ് വെർബൽ ആൻഡ് നോൺ വെർബൽ? വെർബൽ എന്ന് പറയുന്നാൽ വാക്കുകൾ ഉൾപ്പെട്ടതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് പലതരത്തിലാവാം. നമ്മൾ സംസാരിക്കുന്നതാവാം, നമ്മൾ എഴുതുന്നതാവാം. ഇതെല്ലാം വാക്കുകൾ ഉൾപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വേർഡ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാക്കുകൾ ഇല്ലാതെ, അതായത് വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മളുടെ ആംഗ്യങ്ങൾ കൊണ്ടോ ബോഡി മൂവ്മെൻറ്റ് കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പ്രഷൻസ് കൊണ്ടോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ടച്ച് ഉൾപ്പെടാം, ബോഡി മൂവ്മെൻറ്റ് ഉൾപ്പെടാം, നമ്മുടെ ആംഗ്യങ്ങൾ ഉൾപ്പെടാം, നമ്മുടെ എക്സ്പ്രഷൻസ് ഉൾപ്പെടാം. എന്തും നമ്മൾ വാക്കുകളില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് വരുന്ന 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഫോർമലും ഇൻഫോർമലും. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർമലായിട്ട് ഒരു നിയമാനുസൃതമായ ഹൈറാർക്കിയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ നമ്മൾ സുഹൃത്തുക്കളുമായും അല്ലെങ്കിൽ ഫോർമാലിറ്റി ഇല്ലാത്ത ഒരു സ്പേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
ഇതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനും ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും നോക്കി. അതുപോലെ തന്നെ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കി, ABC ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കി, അതുപോലെ ബേസിക് ഫങ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കി. താങ്ക് യു.